ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പം മക്കളെ USS എക്സാമിന് അടിപൊളിയായിട്ട് എല്ലാവരും ഏഗണിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയെന്ന് സാറിന് ഉറപ്പുണ്ട്. സോ നമ്മൾ രാത്രി ഇന്ന് 8 മണിക്ക് ലൈവ് ഉണ്ട് അല്ലേ, സ്പെഷ്യൽ GK USS സ്പെഷ്യൽ GK ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാഷ് ഇപ്പോൾ ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം മാഷിൻ്റെ പേര് യദു എന്നാണ്. യദു AB സാർ, യദു സാർ എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പം കേരളത്തിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം 44 നദികളാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. 44 നദികളുണ്ട് കേരളത്തിൽ. ഇതിൽ 41 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത് അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരും അല്ലേ. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന 3, അതായത് ഈസ്റ്റേൺ ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട് 3 എണ്ണം അല്ലേ. അപ്പം 3 എണ്ണം ഇങ്ങോട്ട് അല്ലേ, കിഴക്കോട്ട് അല്ലേ, ഈ ഡയറക്ഷൻ മാറി ഒഴുകുന്നല്ലേ. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവൂലേ വേറെ ഡയറക്ഷനിലേക്ക് പോകുന്ന കുറച്ച് ആൾക്കാർ. അതുപോലെ നമുക്ക് 3 നദികളുണ്ട് വേറെ ഡയറക്ഷനിലേക്ക് പോകുന്നത് അല്ലേ. ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം അല്ലേ. അപ്പൊ എല്ലാവർക്കും അതായത് നമ്മൾ ഈ ഒരു കണ്ടന്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നുകൂടെ. അപ്പൊ ഇത് നോക്കിക്കോ, എന്നിട്ട് ഈ കാര്യത്തിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് മൊത്തം 44 റിവേഴ്സ് ഉണ്ട് എന്ന് പഠിക്കാം. കേരളത്തിൽ മൊത്തം 44 റിവേഴ്സ് ഉണ്ട്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകും അല്ലേ, പടിഞ്ഞാറോട്ട്, അതായത് വെസ്റ്റേൺ ഫ്ലോയിങ്, വെസ്റ്റേൺ ഡയറക്ഷൻ. 3 എണ്ണം കിഴക്കോട്ട് അല്ലേ, കിഴക്കോട്ട് ഒഴുകും, കിഴക്കോട്ട്, അതായത് ഈസ്റ്റേൺ ഫ്ലോയിങ് റിവേഴ്സ്, ഈസ്റ്റേൺ ഫ്ലോയിങ് എഴുതാത്തതാണ്. ഈ 3 എണ്ണം ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എണ്ണമാണ് പറയുന്നത് കേട്ടോ. കബനി, ഭവാനി, പാമ്പാർ അല്ലേ. കബനി, ഭവാനി, പാമ്പാർ. പാമ്പാറും പമ്പയും ഒന്നല്ല കേട്ടോ, രണ്ട് നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, കബനി കർണാടകയിലേക്കാണ് പോകുന്നത്. കബനി കാ പ്രാസം അല്ലേ, നമ്മൾ കാക്കേ ആ പാട്ടൊക്കെ കേട്ടില്ല, അതുപോലെ കാ പ്രാസം അല്ലേ. കാ ഫോർ എന്താ പറയാ, ഈ കാ ഫോർ കർണാടക എന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ കബനി നദി കർണാടകയിലേക്കാണ് പോകുന്നത്. ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കും ഒഴുകുന്നുള്ള കാര്യം പഠിക്കുക. തമിഴ്നാട്, ഇത് രണ്ടും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കബനി കർണാടക അല്ലെ, കർണാടക. ഓക്കെ, ഈ 3 നദികൾ, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ കബനി കർണാടകയിലേക്കും ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കും പോകുന്ന അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ബാക്കി 41 നദികൾ എങ്ങോട്ടാ ഒഴുകുക, അത് അറബിക്കടലിലേക്ക് പോയിട്ട് അറബിക്കടലിലേക്കും. ഓക്കെ, ഇത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞോ, സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞോ മക്കള്? ഇത് സാർ ഇത് വായിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു കിഡിലൻ സാധനം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് എന്ന് പറയണം അല്ലേ. കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത്. ഓക്കെ, ഇതൊരു പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ പറയണം മഞ്ചേശ്വരം പുഴ അല്ലെങ്കിൽ മഞ്ചേശ്വരം റിവറാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. ഈ മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും പറയേണ്ടത് അല്ലേ. മഞ്ചേശ്വരം പുഴയ്ക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന് വടക്കേ അറ്റത്തുള്ള നദി, വടക്കേ അറ്റത്തുള്ളതും രണ്ടാമത്തത് ഏറ്റവും ചെറിയ നദിയും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നദി അല്ലേ, നദി അത് ഏതാ, ഈ മഞ്ചേശ്വരം പുഴയാണ് അല്ലെങ്കിൽ മഞ്ചേശ്വരം റിവറാണ്. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ, അടിപൊളിയായിട്ട് ഇത് മനസ്സിലാവുന്നില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5 നദികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതില്ലാണ്ട് നമുക്കൊരു നദികളെ കുറിച്ച് പഠനമില്ല കേട്ടോ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5 നദികൾ അല്ലേ. 5 നദികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഫസ്റ്റ് പെരിയാർ അല്ലേ. പെരിയാർ, നിങ്ങൾ പാട്ടൊക്കെ കേട്ടില്ലേ, പെരിയാറേ, പെരിയാറിനാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടുതലുള്ള നദി അല്ലെ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത്. 244 കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം. ഇനി രണ്ടാമത് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നമ്മൾ നിള എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഭാരതപ്പുഴയാണ് അല്ലെ. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ വറ്റി കിടക്കുന്ന ഒരു പുഴ കണ്ടിട്ടില്ലേ? മഴക്കാലത്ത് മാത്രമേ അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ, ബാക്കി സമയത്തൊക്കെ ഈ മണൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നല്ലേ. അതാണ് ഈ ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള എന്നൊക്കെ അറിയപ്പെടുന്നത്. 209 കിലോമീറ്റർ ആണ് ഈ ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് പഠിച്ചു പോണേ. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ശബരിമലയുടെ തീരത്തൊക്കെയുള്ള പമ്പാ നദി അല്ലെ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ്. ഇതാണ് പമ്പ, 176 കിലോമീറ്റർ. നാലാമത് നമ്മുടെ മലബാർ, അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന നമ്മുടെ സ്വന്തം ചാലിയാർ പുഴ.
ചാലിയാർ പുഴയുടെ നീളം 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ചാലിയാർ പുഴ എന്ന് പറയുന്നത്. അടുത്തത് ചാലക്കുടി പുഴ, നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഉള്ള ചാലക്കുടി പുഴ അല്ലെ, തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 145 കിലോമീറ്റർ ആണ്. സോ ഈ കാര്യങ്ങൾ പഠിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും വലിയ നദിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ പറയണം അല്ലെ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ, 3ാമത്തേത് പമ്പ, 4ാമത്തേത് ചാലിയാർ, 5ാമത്തേത് ചാലക്കുടി പുഴ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. പ്രധാനപ്പെട്ട നദികൾ പറയുമ്പോൾ 44 നദിയുണ്ട്. 41 പടിഞ്ഞാറോട്ട് പോകും, 3 കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ആ 3 പേരാണ് കബനി, ഭവാനി, പാമ്പാറ്. ഇതിൽ കബനി കർണാടകയിലേക്കാണ് പോവുക, ഭവാനി പാമ്പാറും തമിഴ്നാട്ടിലേക്ക് പോകും. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് പറയാ. അതിന്റെ കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏറ്റവും ചെറിയ നദിയും ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം പുഴയുടെ പേര് പറയാ. പിന്നെ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 5 നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പേരും പറയാം. എങ്ങനെയുണ്ട് ഇന്നത്തെ കണ്ടന്റ് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള അടിപൊളി കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് യദു സാർ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അപ്പൊ കറക്റ്റ് എല്ലാവരും 8 മണിക്ക് തന്നെ USSന്റെ ലൈവിൽ വരിക. ലൈവൊക്കെ ഇരുന്ന് കാണുക, നമ്മൾ ഈ തരുന്ന കണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുക. അതുപോലെ യൂട്യൂബിൽ എപ്പോഴും തുറന്നു നോക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഈഗൺ പുതിയതായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതും തുറന്നു നോക്കുക. അതിന്റെ അപ്ഡേറ്റ്സിനായിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരു ത്വരയോടെ കാത്തിരിക്കുക. അപ്പൊ എല്ലാവരും നമുക്ക് രാത്രി ലൈവിൽ കാണാം. ബൈ.